KSRTC ഡ്രൈവർമാർക്ക് വീണ്ടും ഉപദേശവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. മത്സരയോട്ടം വേണ്ട. സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്ന ചെറുപ്പക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചാൽ കർശന നടപടിയെന്നും മന്ത്രി. അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷായിലേക്ക് വരാം. അതിനു മുമ്പ് മന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം. സ്വിഫ്റ്റ് ബസ്സുകളിൽ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മരണം തന്നെ ഇല്ല. വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നത്, പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ ഡ്രൈവർമാർ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്ക് മറ്റ് KSRTC ഡ്രൈവർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ വേഗത കൂട്ടുകയും മത്സര ഓട്ടം നടത്തുകയും ദയവ് ഇത് ചെയ്യരുത്. വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാനും പാടില്ല. അത്തരത്തിൽ കണ്ടാൽ കർശനമായ നടപടികളുണ്ടാവും. അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്താണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ? വീണ്ടും 2 ദിവസം മുമ്പും ഇത്തരത്തിൽ ഗതാഗത മന്ത്രി ഈ കണ്ടക്ടർമാർക്കുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഒരു ഓൺലൈൻ പരമ്പര, അതായത് KSRTCയിലെ ജീവനക്കാർക്കായുള്ള ഒരു ഓൺലൈൻ പരമ്പരയിലാണ് ഇപ്പോൾ വീണ്ടും ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും ഈ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. അമിത വേഗത പാടില്ല, അതുപോലെ തന്നെ മത്സരയോട്ടം പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളുമായൊക്കെ ചിലർ മത്സരയോട്ടം നടത്തുന്നുള്ള ഒരു പരാതി ഉൾപ്പെടെ മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ എത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മത്സരയോട്ടം വേണ്ട, ഇത്തരത്തിൽ മത്സരയോട്ടം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മന്ത്രി പറയുന്നത്. മറ്റൊന്ന് ഈ സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശമാണ്. ഈ സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്നവർ കൂടുതൽ പേരും ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരിലൊരു ആവേശമുണ്ട്. അത്തരത്തിലുള്ള ആവേശങ്ങളൊന്നും തന്നെ പാടില്ല. വേഗത കുറച്ച് തന്നെ വണ്ടി ഓടിക്കണം. അതോടൊപ്പം തന്നെ ഈ ആളുകൾ, യാത്രക്കാർ എവിടെ നിന്ന് കൈ കാണിച്ചാലും വാഹനങ്ങൾ നിർത്തി നൽകണം. ഒപ്പം യാത്രക്കാർ കയറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വണ്ടിയെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഗതാഗത മന്ത്രി അറിയിക്കുന്നത്. ഒപ്പം ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടി ആ ഡ്രൈവർക്കെതിരെ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിക്കുന്നുണ്ട്. അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.